നമസ്കാരം. CPM വിഭാഗീയത രൂക്ഷമായ കുട്ടനാട്ടിൽ രാമങ്കരി ഗ്രാമപഞ്ചായത്തിൽ സ്വന്തം പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും CPM അംഗങ്ങൾ UDFുമായി ചേർന്ന് അവിശ്വാസത്തിലൂടെ പുറത്താക്കി. പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായ R. രാജേന്ദ്രകുമാർ പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചു. 25 വർഷമായി CPM ഭരിക്കുന്ന പഞ്ചായത്താണിത്. 13 അംഗ ഭരണസമിതിയിൽ 8 പേരാണ് രാജേന്ദ്രകുമാറിനെതിരെ വോട്ട് ചെയ്തത്. ഇതിൽ 4 പേർ CPMും 4 പേർ UDFുമാണ്. 4 CPM അംഗങ്ങൾ പ്രസിഡന്റിനെ പിന്തുണച്ചു. വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാനെതിരായ അവിശ്വാസം രാജേന്ദ്രകുമാറിനൊപ്പമുള്ളവർ പങ്കെടുക്കാത്തതിനാൽ ഏകപക്ഷീയമായി പാസായി. പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതുവരെ വികസന സ്ഥിര സമിതി അധ്യക്ഷന് ചുമതല നൽകും. അടുത്ത കാലത്ത് കുട്ടനാട്ടിൽ പലയിടത്തും പടർന്ന CPM വിഭാഗീയതയാണ് രാമങ്കരിയിൽ ഗുരുതര സ്ഥിതിയിലേക്ക് എത്തിയത്. രാജേന്ദ്രകുമാർ ഏറെ നാളായി CPM നേതൃത്വത്തിനെതിരായ നിലപാടിലായിരുന്നു. കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ പരിധിയിൽ ഒട്ടേറെ പേർ നേരത്തെ CPIയിൽ ചേർന്നിരുന്നു. ഇവർ രാജേന്ദ്രകുമാറിനെ അനുകൂലിക്കുന്നവരാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ ശ്രമിച്ചിട്ടും പ്രശ്നപരിഹാരമുണ്ടായില്ല. CPMും CPIയും കുട്ടനാട്ടിൽ ശക്തി പ്രകടനങ്ങളും യോഗങ്ങളും നടത്തുകയും ചെയ്തു. CPI അനുകൂല നിലപാടിലായിരുന്നു രാജേന്ദ്രകുമാറും. എന്നാൽ കൂറുമാറിയാൽ പ്രസിഡന്റ് സ്ഥാനത്ത് അയോഗ്യത വരും എന്നതിനാൽ അദ്ദേഹവും മറ്റു പഞ്ചായത്ത് അംഗങ്ങളും CPM വിടുകയോ CPI അംഗത്വം നേടുകയോ ചെയ്തില്ല. രാമങ്കരിയിലെ അവിശ്വാസ പ്രമേയം പാർട്ടി തീരുമാനമല്ലെന്നാണ് CPMന്റെ ഔദ്യോഗിക നിലപാട്. അവിശ്വാസം സംബന്ധിച്ച് പാർട്ടി വിപ്പ് നൽകിയിട്ടില്ല. ഭരണത്തിന് ജനങ്ങൾ എതിരായിരുന്നു. ജനവികാരം മാനിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ ഭാരവാഹികളെ താഴെ ഇറക്കിയതാണെന്ന് CPM ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. അതേസമയം സംഭവത്തെ അപലപിച്ചും CPMനെ രൂക്ഷമായി വിമർശിച്ചും CPI രംഗത്തെത്തി. LDF രൂപീകരിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞ CPIയുടെ മഹത്തായ പാരമ്പര്യവും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനായി LDFനെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസുമായി കൈകോർത്ത CPM നേതൃത്വത്തിന്റെ അവസരവാദവും ജനങ്ങൾ വിലയിരുത്തുമെന്ന് ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പറഞ്ഞു. CPMന്റെ പ്രസിഡന്റിനെ പുറത്താക്കിയതിൽ CPIക്ക് എന്താണ് പ്രശ്നമെന്നായിരുന്നു ഇതിനോടുള്ള നാസറിന്റെ പ്രതികരണം. അതേസമയം ഈ ആഴ്ചത്തെ മന്ത്രിസഭാ യോഗം ഇന്ന് 10-ന് ഓൺലൈനായി ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സിംഗപ്പൂരിൽ നിന്ന് ആധ്യക്ഷം വഹിക്കും. പരിഗണനാ വിഷയങ്ങൾ കുറവായതിനാൽ കഴിഞ്ഞ ആഴ്ച യോഗം ഉപേക്ഷിച്ചിരുന്നു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് കൂടുതൽ വിഷയങ്ങൾ പരിഗണനയിൽ വരാത്തത്. വോട്ടെണ്ണൽ ജൂൺ 4-നാണെങ്കിലും പെരുമാറ്റച്ചട്ടം 6 വരെ തുടരും.